ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ആൽബം ഷൂട്ടിങ്ങിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഭയങ്കര ഫണ്ണായിട്ടും ഭയങ്കര എൻജോയ്മെൻറ്റിലൊക്കെ പോയൊരു അടിപൊളി ദിവസമായിരുന്നു. അപ്പോൾ നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് ഇവിടെ ദുബായിലുള്ള മുഷ്രിഫ് പാർക്കിലാണ്. ഇതൊരു വലിയൊരു പാർക്കാണ്. നമ്മൾ എത്രയൊക്കെ നടന്നിട്ടും ആ ഒരു പ്ലേസ് ഫുള്ള് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല, അത്രയും വലിയൊരു സ്ഥലമാണ്. അപ്പോൾ നമുക്ക് ഈ ഷൂട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു രംഗമൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ VC അഷ്റഫ് ആളെ നമുക്ക് പറഞ്ഞു തരും, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ. അപ്പോൾ നമ്മൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ട് ഓക്കെ സെറ്റ് എന്നൊക്കെ രീതിയിൽ അങ്ങനെ ചെയ്യുവാണ്. അപ്പോൾ ഈ ഒരു സോങ്ങിൽ ഫസ്റ്റ് കുറച്ച് ഷോട്ട് എന്ന് പറയുന്നത് കുറച്ച് ഫണ്ണായിട്ടുള്ളതാണ്. ഇതേവരെയും ചെയ്യാത്തൊരു ഫണ്ണ് രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, കുറച്ച് ആക്ടിങ് ഒക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഭയങ്കര രസമായിരുന്നു കേട്ടോ. സ്റ്റാർട്ടിങ് തന്നെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഉമ്മയാണ് കേട്ടോ ഈ വീഡിയോ ഒക്കെ എല്ലാം എടുക്കുന്നത്, ഉമ്മയാണ്. അപ്പോൾ ഉമ്മ ഇടയ്ക്ക് ഇങ്ങനെ മയിലിൻ്റെ വോയിസ് കേട്ടപ്പോൾ ആളിങ്ങനെ അതിൻ്റെ പുറകെ പോയിട്ട് അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുവാണ്. അപ്പോൾ നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ അവിടെ സൈഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇടയ്ക്ക് ബ്രേക്ക് കിട്ടുമ്പോൾ നമ്മൾ ഓരോ സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ പോയി നോക്കും, അടിപൊളി എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെന്താ, ഇവിടെ ഭയങ്കര ചൂടായിരുന്നു. 4:30 മണിയാണെങ്കിലും ഒടുക്കത്തെ വെയിലും ഒടുക്കത്തെ ചൂടുമായിരുന്നു. ഭയങ്കര സ്റ്റൈലിലൊക്കെ ഒരുങ്ങി വന്ന് ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ മേക്കപ്പൊക്കെ പോയിട്ട് ഒരു കോലമായിരുന്നു. ഓക്കെ, അങ്ങനെ അവിടുത്തെ കുറച്ച് ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറെ സ്പോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കി പോകുമായിരുന്നു. അങ്ങനെ ഒരു സ്പോട്ട് കിട്ടി. സോ അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുക്കുവാണ്. പിന്നെ ഈ പാർക്കിൽ ഒരുപാട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മാക്സിമം ഇതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് കാണാം കേട്ടോ. പിന്നെ നമ്മൾ ഇവിടെ ഈ ഷൂട്ടിന് വന്നുകൊണ്ട് മാത്രമാണ് കൂടുതലും അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് കുറച്ച് ബിഹൈൻഡ് ദ സീൻസ് ആണല്ലോ. സോ കൂടുതലും നമ്മൾ അതിലായിരിക്കും കുറച്ചും കൂടി ഫോക്കസ് കൊടുക്കുന്നത്. പിന്നെ നല്ല സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ അതൊക്കെ എൻ്റെ ഉമ്മ അതൊക്കെ വീഡിയോ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ചിലത് ഞാനും ഉപ്പയൊക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഇപ്രാവശ്യം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ആ ചേച്ചി ഉള്ളതുകൊണ്ട് എനിക്കും ഭയങ്കര എൻജോയ്മെൻ്റ് ഒക്കെ ആയിരുന്നു. നമ്മൾ രണ്ടുപേരും ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് ഓരോ ഷോട്ട്സും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ദിവസമായിരുന്നു. അങ്ങനെ നമ്മുടെ ഷൂട്ട് കാര്യങ്ങളൊക്കെ ഏകദേശം കഴിയാറായി എന്നല്ല പറയുന്നത്, ഒരു ഹാഫ് എത്തിയിട്ടേ ഉള്ളൂ. കാരണം ഇതൊരു വലിയൊരു സോങ് ആണ്. സോ നമുക്ക് കുറച്ച് ടൈം എടുക്കും എല്ലാം സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളൊരു സ്പോട്ട് കാര്യങ്ങളൊക്കെ ഇനി നോക്കി പോകുമ്പോഴേക്കും ചില സ്ഥലം വലിയ രസം ഉണ്ടാവില്ല, ചില സ്ഥലം അടിപൊളിയായിരിക്കും. സോ ആ ഒരു അടിപൊളി സ്ഥലത്ത് നിന്നിട്ട് കുറേ അങ്ങനെ വീഡിയോസൊക്കെ എടുക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ ലേറ്റ് ആയിട്ടാണ് എത്തിയത്. 4:30 മണിയായി സ്റ്റാർട്ട് ചെയ്തപ്പോൾ. സോ നമുക്ക് ലൈറ്റ് പോകുന്നതിന് മുൻപേ എല്ലാം സെറ്റാക്കി വെക്കണം. അങ്ങനെ ഇടയ്ക്ക് നമ്മൾ കുറച്ച് സ്പീഡ് ഭയങ്കര ഹറിയപ്പായിട്ടൊക്കെ ചിലത് നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ ഒരു ഭാഗത്തേയും കഴിഞ്ഞു. അങ്ങനെ കുറേ ഷോട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതൊരു വീട് പോലൊരു സ്ഥലമാണ് കേട്ടോ. ഇവിടെ കുറേ വീട് പോലെയൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പുല്ലൊക്കെ ഇങ്ങനെ വെച്ച് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട്. സോ അതിൻ്റെ അകത്തു നിന്നൊക്കെ നമ്മളിങ്ങനെ എടുക്കാൻ കുറേ നോക്കി. പിന്നെ ഞാൻ പുറത്തിറങ്ങിയിട്ട് കുറേ റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. നമ്മൾ ഓരോ ഭാഗമാണല്ലോ, എൻ്റെ ഭാഗം ചേച്ചിയുടെ ഭാഗം. സോ ചേച്ചിയുടെ ഭാഗം വരുമ്പോൾ എനിക്ക് കുറച്ച് ടൈം കിട്ടും. അപ്പോൾ ആ ടൈമിൽ ഞാൻ കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കുമായിരുന്നു ഗൈസ്. അപ്പോൾ ഞാൻ എൻ്റെ ചാനലിലും പിന്നെ എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടു നോക്കാൻ കയറിയിട്ട്. ഓക്കെ, അങ്ങനെ നമ്മുടെ രണ്ടുപേരുടെ സെപ്പറേറ്റ് ഭാഗം കഴിഞ്ഞു. പിന്നെ ഒരുമിച്ചുള്ള ഭാഗമൊക്കെ ആയിരുന്നു. അങ്ങനെ അതെടുത്തു. അപ്പോൾ ഉപ്പ ആ ഒരു ദിവസം ഭയങ്കര ടയേർഡായിരുന്നു കേട്ടോ. സോ ആൾ ഇടയ്ക്ക് ഇങ്ങനെ ബെഞ്ചിലൊക്കെ പോയിരിക്കും അവിടെ. പിന്നെ ഇടയ്ക്ക് നമുക്ക് ഓരോ ഷൂട്ട് കാര്യങ്ങളൊക്കെ എനിക്ക് എടുത്തു തരും. അങ്ങനെ നമ്മുടെ ആൽബം ഷൂട്ടിംഗ് ഏകദേശം കഴിയാറായി. സോ അടുത്ത സ്പോട്ടിലേക്ക് പോകുന്നതിന് മുൻപ് ഞാൻ നിങ്ങൾക്ക് കുറച്ച് നല്ല സ്ഥലങ്ങളൊക്കെ കാണിച്ചു തരുവാണ് കേട്ടോ. ഓക്കെ, അങ്ങനെ എല്ലാ കാര്യങ്ങളും എല്ലാം സെറ്റായിട്ട് നമ്മളങ്ങനെ തിരിച്ച് പോവുകയാണ്. അപ്പോൾ ഉമ്മാനെയും ഉപ്പാനെയും ആയിട്ട് കുറച്ചിങ്ങനെ വീഡിയോസൊക്കെ എടുക്കുവാണ്. ഇത്രയും നേരം ആ ഒരു ഷൂട്ടിങ്ങിൻ്റെ കുറച്ച് തിരക്കിലൊക്കെ ആയിരുന്നല്ലോ. സോ അങ്ങനെ ലാസ്റ്റ് ആയപ്പോഴാണ് നമ്മൾ ഒരുമിച്ച് അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തത്. പിന്നെ ലാസ്റ്റ് ആയപ്പോൾ കുറച്ച് ടയേർഡായി. കാരണം ഇത്രയും നേരം ഇങ്ങനെ വെയിലൊക്കെ കൊള്ളുമായിരുന്നല്ലോ. എനിക്ക് വെയിൽ കൊണ്ട് ശീലമില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഭയങ്കര തലവേദന ഒക്കെ വന്നു ഗൈസ്. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഇങ്ങനെ ഈ അവിടെ കാണുന്ന ചവറുകളെല്ലാം എൻ്റെ ഡ്രസ്സിൽ കുടുങ്ങുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇങ്ങനെ വലിച്ചു പറക്കി കളയുമായിരുന്നു. അങ്ങനെ
അങ്ങനെ നമ്മുടെ എന്താ ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ തിരിച്ച് പോവുകയാണ്, എല്ലാവരും ബാക്കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അങ്ങനെ പോകുന്ന ടൈമിൽ ഒരു സുന്ദരി പൂച്ച, ഇത്രയും നേരം ഒരു പൂച്ചനെ പോലും കണ്ടില്ല, അങ്ങനെ പോകുന്ന ടൈമിലാണ് ഒരെണ്ണത്തിനെ കണ്ടത്. പിന്നെ അങ്ങനെ മുൻപോട്ട് പോയപ്പോൾ അവിടെ ഗ്രൗണ്ടിൻ്റെ ഭാഗത്തൊക്കെ കുറേ പൂച്ചകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിപ്പിച്ചിരുന്നു. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടു, ഇതേപോലെ വേറെയും കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അവിടെയൊക്കെ മെയിൻ്റനൻസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല, വീഡിയോസ് എടുക്കാൻ പറ്റില്ല. സോ അതൊക്കെ ഒഴിവായിപ്പോയി ഗൈസ്. പിന്നെ എന്താ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കൂടെ പൂച്ചയുണ്ട്. ഞാൻ നടക്കുന്ന പോലെ അല്ല, പൂച്ച നടക്കുന്ന പോലെ ഞാൻ അതിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റായിട്ട് അങ്ങനെ തിരിച്ചു പോവുകയാണ്. ഇനി വേറൊരു ദിവസം നമുക്കിവിടെ വരണമെന്നുണ്ട്, ഷൂട്ടല്ലാതെ നമുക്ക് തനിയെ വരണമെന്നുണ്ട്, ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ. സോ അങ്ങനെ ഈ വ്ളോഗൊക്കെ എടുക്കുവാണെങ്കിൽ എന്തായാലും എൻ്റെ ചാനലിൽ ഞാൻ ഇടുന്നതായിരിക്കും. പിന്നെന്താ, നമ്മളിങ്ങനെ പോകുന്ന ടൈമിൽ അവിടെ വാഷ്റൂമിൽ കയറി, പിന്നെ ഒന്ന് ഫ്രഷായി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ സോങ് റിലീസ് ചെയ്യുന്ന ആ ഒരു ദിവസം നിങ്ങളെ അറിയിപ്പിക്കുന്നതായിരിക്കും. പിന്നെന്താ, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.